ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും ഞാനൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യാറുണ്ട്. കൂടുതലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസാണ്. പക്ഷേ ഇന്ന് പ്രൈസ് ആക്ഷൻ സീരീസിനേക്കാൾ വിഭിന്നമായിട്ട് ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കണം, നിങ്ങളോട് നേരിട്ട് സംസാരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. സ്ക്രീനിൻ്റെ പുറകിൽ നിന്ന് ചാർട്ടുകളെ മുൻനിർത്തിയാണല്ലോ സാധാരണ ഞാൻ സംസാരിക്കാറ് നിങ്ങളോട്. പക്ഷേ ഇന്ന് നിങ്ങളോട് നേരിട്ട് സംസാരിക്കണം എന്ന് ഈ വിഷയത്തെപ്പറ്റി നമ്മളിപ്പോൾ ഈ ക്യാപ്ഷനിൽ കണ്ട വിഷയം, അതായത് ഒരു ഓപ്ഷൻ ട്രേഡർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ ഈ പറയുന്നതിന് ചിലപ്പം അടിസ്ഥാനപരമായിട്ട് ഇത് തെളിയിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇത് എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ എക്സ്പീരിയൻസിനെ വെല്ലാൻ വേറെ ഒന്നിനും സാധ്യമല്ല. എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ നേടുന്ന കാര്യം അതിനെ വെല്ലാൻ വേറെ ഒന്നിനും പറ്റത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥാപനത്തിലായാലും ജോലി സ്ഥലത്തായാലും അവിടെ ഈ പഠിച്ച് ഫ്രഷായിട്ട് വരുന്ന എൻജിനീയേഴ്സ് പിള്ളേർ കാണും. പക്ഷേങ്കിൽ 9ാം ക്ലാസ്സും ഗുസ്തി 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള എന്നാൽ 10, 25, 30 കൊല്ലം ആ മിഷനറിക്കകത്ത് കടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ. പക്ഷെങ്കിൽ ആ ഒരു മിഷൻ്റെ ഇപ്പോൾ ഒരു മിഷനറി ആണെന്നുണ്ടെങ്കിൽ ഒരു മിഷൻ്റെ സൗണ്ട് കേട്ടാൽ അല്ലെ അതിൻ്റെ ആ മൂവ്മെൻറ്റ് കണ്ടാൽ ഉടൻ തന്നെ ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ടെക്നീഷ്യന് മനസ്സിലാവും ഇത് ഇന്ന പ്രശ്നം കൊണ്ടാണെന്ന്, അല്ലേ. പക്ഷേ പുതിയ എഞ്ചിനീയർ വന്നു കഴിഞ്ഞാൽ അത് സൗണ്ട് കേട്ടാൽ പുള്ളിക്ക് മനസ്സിലാകത്തില്ല. പുള്ളി കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. പുള്ളിക്ക് പിന്നെ എന്നാലും വിശ്വാസം വരത്തില്ല. പിന്നെ മിഷനറി അഴിച്ചിട്ട് ഇന്ന സാധനം അല്ലെ ഇന്ന ബെയറിങ് പോയതാണ്, അല്ലെ ഇന്ന ഷാഫ്റ്റിന് തേയ്മാനമുണ്ട് എന്ന് കണ്ടെങ്കിൽ മാത്രമേ ഈ പുതിയ ആൾക്ക് എന്ത് പറ്റത്തുള്ളൂ, അതിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ എക്സ്പീരിയൻസ്ഡ് ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് ആ മിഷൻ റൂമിനകത്ത് കയറുക പോലും വേണ്ട, വെളിയിൽ നിന്നിട്ട് ആ മിഷൻ ഓടുന്ന സൗണ്ട് കേട്ടാൽ മനസ്സിലാവും അതിനെന്താ കുഴപ്പമെന്ന്. ഞാൻ നിങ്ങൾക്ക് ആശയം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതേ സംഗതികൾ തന്നെയാണ് ഇവിടെ. നമ്മൾ ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ എല്ലാവരും പുതിയ ആൾക്കാരാണ്, ഓൾമോസ്റ്റ് പുതിയ ആൾക്കാർ. പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ആണ് ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് ധാരാളം ആൾക്കാർ കടന്നു വന്നത്. ഞാനും ആ സമയത്ത് തന്നെയാണ് കടന്നു വന്നത് ഇതിൽ. പക്ഷെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പരിപാടിക്ക് ഇപ്പം എല്ലാവരും പറയുന്ന കാര്യം തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ ചില കുറച്ച് നീണ്ടു പോകും, പക്ഷേ നിങ്ങളിത് കറക്റ്റായിട്ട് മുഴുവൻ നിങ്ങൾ കേൾക്കണം. ശാന്തമായ സമയമുള്ളപ്പോൾ മാത്രം കേട്ടാൽ മതി. ഇപ്പം ഒന്ന് പഠിക്കാൻ പോവുകയാണ്, ഒരു നേഴ്സിംഗ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 4 വർഷം പഠിക്കണം, അല്ലെങ്കിൽ ഒരു MBBS പഠിക്കാൻ പോയി 5 വർഷം പഠിക്കണം, അല്ല എന്തെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം പഠിക്കണം, ഇല്ലേ. ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ചുമ്മാ അവിടെ പോയിട്ട് എഴുതിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇതും പഠന വിധേയമാക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിംഗ് സമയത്ത് തന്നെ നമുക്കിതൊരു പ്രൊഫഷനാക്കി ഒരു പാർട്ടാക്കി നമ്മളെ സ്കൂളിൽ ഇതിനെ പഠിപ്പിക്കണം. ട്രേഡിങ് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് കൂടുതൽ അവയർനെസ് ഇതിനെപ്പറ്റി വരും. അപ്പം അവർക്ക് ഇപ്പം ഈ സംഭവിക്കുന്ന പോലെ വലിയ ലോസുകളൊന്നും സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊക്കെ നമ്മുടെ ഈ പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, ചെറുതായിട്ടെങ്കിലും ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ വലിയ നഷ്ടങ്ങളിലേക്ക് ആൾക്കാർ കൂപ്പുകുത്തുന്നത് ഇത് കുറയ്ക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒരു ഓപ്ഷൻ ട്രേഡർ എങ്ങനെ വിജയിക്കാം, ഒരു ഓപ്ഷൻ ട്രേഡറാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഓപ്ഷൻ ബയർ എങ്ങനെ വിജയിക്കാം. ഈ ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് ആൾക്കാരെ കൂടുതൽ ആകർഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ ക്യാപിറ്റൽ മതി, അല്ലേ. ഒരു 5000 രൂപ ഉണ്ടെങ്കിലും 2000 രൂപ ഉണ്ടെങ്കിലും 3000 രൂപ ഉണ്ടെങ്കിലും നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ അപാകതയും ഇത് തന്നെയാണ്. അതായത് ഇപ്പം നിങ്ങൾ 5000 10,000 രൂപയും കൊണ്ട് ഒരു ഓപ്ഷൻ ബൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിഫ്റ്റിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയുടെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 15 ലോട്ടാണ് ഏറ്റവും മിനിമം, അല്ലേ. 15 നമ്പറാണ് ഒരു ലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 100 രൂപയുടെ ഒരു പ്രീമിയം മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രീമിയം മേടിക്കാൻ പറ്റും, ഒരു ഓപ്ഷൻ ബയർ ആകാൻ പറ്റും. 1500 രൂപ ഉണ്ടെങ്കിലും മാർക്കറ്റിലൊരു ഓപ്ഷൻ ബയർ ആകാൻ പറ്റും. പക്ഷേ ഈ പൈസ ആവിയായി പോകുന്ന കാര്യത്തെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എന്താ ഇവിടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഓപ്ഷൻ ബയേഴ്സിന് ഈ ട്രേഡിങ്ങിന് വരുന്ന ആൾക്ക് ഒരു മനോഭാവമുണ്ടോ, 1500 രൂപയല്ലേ പോട്ടെ. അപ്പോൾ അവിടെ ഒരു ഗ്യാമ്പിളിംഗ് ആണ്. അപ്പോൾ ഒരു ഗ്യാമ്പിളിംഗ് മനോഭാവമാണ്
ആ സമയത്ത് അവിടെ വരുന്നത്. ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ചിടത്തോളം ഈ 1500 രൂപ 100 രൂപയ്ക്ക് 15 ക്വാണ്ടിറ്റി കിട്ടി, ഓക്കെ, പോയാൽ 1500 രൂപ പോയി. നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ ഈ ലോട്ടറി മനോഭാവമാണ് നമ്മുടെ ഓപ്ഷൻ ബയറിൻ്റെ ഏറ്റവും വലിയ ശാപം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ബയറിൻ്റെ ഏറ്റവും വലിയ ശാപം ഈ ലോട്ടറി മനോഭാവമാണ്. കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ പോട്ടെ, 1500 രൂപയല്ലേ പോകുന്നുള്ളൂ. ഇങ്ങനെ 10 പ്രാവശ്യം 1500 രൂപ പോകുമ്പോൾ എത്രയായി? 15,000 രൂപയായി. ഇപ്പം ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇല്ല, നിങ്ങൾ 5000 രൂപയും കൊണ്ട് വന്നു. നിങ്ങളിപ്പം മിഡ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം 5000 രൂപയുടെ വന്നു. നിങ്ങളൊരു ATM സ്ട്രൈക്ക് 100 രൂപയുടെ ഒരു സ്ട്രൈക്ക് എടുത്ത് 5000 രൂപ നിങ്ങൾ എടുത്ത് സ്ട്രൈക്ക് എടുത്ത് വിചാരിച്ചു. അപ്പം ഓക്കെ, അന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടിയായിരിക്കും, 10-15 പോയിൻറ്റ് ലാഭം കിട്ടി, 1500 രൂപ ലാഭം കിട്ടി. അപ്പോൾ 5000 ഒന്നും 6500 രൂപയായി. നിങ്ങളപ്പോൾ നാളെ ഈ ഒരു ലോട്ടെന്നുള്ള 2 ലോട്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രീമിയം കുറച്ച് താഴോട്ട് കുറയ്ക്കും. ചെറിയ പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 50 രൂപയുടെ അല്ലെങ്കിൽ 40 രൂപയുടെ പ്രീമിയം എടുക്കും. നിങ്ങളുടെ ഇപ്പം 11,500 രൂപയുണ്ട്. ഇപ്പോൾ നിങ്ങളാണ് 11,500 രൂപ വെച്ച് മാക്സിമം എത്ര കിട്ടാൻ നോക്കും നിങ്ങൾ ഇല്ലേ? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 20 രൂപയുടെ 25 രൂപയുടെ നിങ്ങൾ പ്രീമിയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 75 ക്വാണ്ടിറ്റിയുള്ള നിങ്ങൾക്ക് ഇത് കിട്ടും ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? 75 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 150 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഈ പൈസ കൊണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇപ്പം 1150 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 25ൻ്റെ 4 ക്വാണ്ടിറ്റി അപ്പോൾ 100 ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ 100 ക്വാണ്ടിറ്റി കിട്ടുമ്പം നിങ്ങൾ ഈ 100 ക്വാണ്ടിറ്റിയെ പറ്റി മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പം അത് ട്രേഡ് ചെയ്യുന്ന ദിവസം ഏതാണെന്നോ, അത് എക്സ്പയറി ഡേ ആണെന്നോ, എക്സ്പയറിയുടെ തലേ ദിവസമാണെന്നോ ഒന്നും നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ എന്തുവാ? ക്വാണ്ടിറ്റി. എനിക്ക് 100 ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം 100 ക്വാണ്ടിറ്റിയിൽ ഒരു 5 രൂപ കയറി കഴിഞ്ഞാലും 50 പോയിൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും പൈസ നമുക്ക് കിട്ടും എന്നുള്ള ഒരു മനോഭാവമാണ്. പക്ഷേ ഇതൊരിക്കലും പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമല്ല. വൺസ് ഇൻ എ വൈൽ വല്ലപ്പോഴും എങ്ങാനും വലിയ മൂവ്മെൻ്റ് എങ്ങാനും വന്നാൽ മാത്രം ഈ ചക്ക വീണ് മുയൽ ചാകുന്ന പോലെ അങ്ങനെ സംഭവിച്ചെങ്കിലായി. പക്ഷെങ്കിൽ അത് മാസത്തിലൊരിക്കലും വല്ല സംഭവിക്കത്തുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ട്രേഡിനെ പറ്റി നമുക്ക് എന്ത് വേണം? വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഉള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു ട്രെയിനിങ് പ്ലാൻ വേണം അല്ലേ? നമ്മളൊരു ട്രേഡിന് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ വേണം. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ മാർക്കറ്റ് എപ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മളൊരു ട്രേഡിന് ഇറങ്ങി നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അന്നത്തെ ദിവസം അത് ഏത് ദിവസമാണ്? ഇത് എക്സ്പയറി ഡേ ആണോ? എക്സ്പയറിക്ക് ഇനി എത്ര ദിവസം ഉണ്ട്? ഓക്കെ, ഇന്ന് എന്തെങ്കിലും ന്യൂസ് മൊമെൻറ്റം ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലോബലി അൺസർട്ടനിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് ഉണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ട്രേഡിന് ഇറങ്ങുന്നതിന് മുമ്പ്, നിങ്ങളിപ്പോൾ നാളെ രാവിലെ ട്രേഡിന് ഇറങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നിങ്ങളിതൊരു നിങ്ങളുടെ ഒരു പ്രൊഫഷൻ ആക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതമാർഗ്ഗം ആക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു ദിവസം മിനിമം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ നെറ്റിൽ ചിലവാക്കണം. കാരണം ആ ദിവസം അന്ന് രാത്രിയിലോ അല്ലെ അന്നത്തെ ദിവസം ഉണ്ടായ നെറ്റ് മാർക്കറ്റിലുണ്ടായ സംഭവ വികാസങ്ങൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ വല്ലതും വരാനുണ്ടോ? എന്തെങ്കിലും ഇവൻറ്റുകളുണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുമില്ലാതെ രാവിലെ ഞാൻ ഓപ്ഷൻ ബൈ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് സഞ്ചിയും തൂക്കി വന്ന് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് തലേ ദിവസം നിങ്ങൾ നാളെ പ്രിപ്പറേഷൻ വേണം. എന്ത് കാര്യത്തിൽ നമുക്ക് ഒരു പ്ലാൻ വേണം. ഒരു പ്ലാൻ ഇല്ലാതെ ഒരു പരിപാടിക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കില്ല. നമുക്കൊരു ഓപ്ഷൻ ബയറിന് ആദ്യം വേണ്ട ഒരു കാര്യം അതാണ്, നമുക്കൊരു പ്ലാൻ വേണം. ഓക്കെ, അപ്പം നാളെ നമ്മൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നാളെ ഏത് ദിവസമാണ്? നാളെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ ഇനി അടുത്ത നമുക്ക് ട്രേഡിംഗ് ഉള്ളത് എന്നാണ്? തിങ്കളാഴ്ച മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ്. ഞാൻ മിഡ് ക്യാപ്പിനെ പറ്റി സംസാരിക്കുന്നത് കാരണം നമ്മൾ മിഡ് ക്യാപ്പിലാണ് കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നാളെ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ്. അപ്പം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? അല്ലെ അതിൻ്റെ ഹൈ വെയിറ്റേജുള്ള സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ന്യൂസ് മൊമെൻറ്റം വരാനുണ്ടോ? എന്തെങ്കിലും ഈ ഹൈ വെയിറ്റേജുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ എന്തെങ്കിലും വരാനുണ്ടോ? ഇനി ഗവൺമെൻറ് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്.
മനസ്സിലായി പറഞ്ഞ്. കാരണം നമുക്ക് ഈ ആകെ 25 സ്റ്റോക്കേ ഉള്ളൂ. ഞാനിപ്പോൾ മിഡ് ക്യാപ്പിനെ പറ്റി സംസാരിക്കുന്നത്. നമുക്ക് ആകെ 25 സ്റ്റോക്ക് ഇതിനകത്തുള്ളൂ. ആ 25 സ്റ്റോക്കിൽ ആദ്യത്തെ 10 സ്റ്റോക്ക് ഹൈ വെയിറ്റേജ് സ്റ്റോക്കുകളാണ്. ഈ 10 വെയിറ്റേജ് സ്റ്റോക്കുകളിനകത്ത് നടക്കുന്ന മൂവ്മെൻറ്റ് നമ്മുടെ ഇൻഡെക്സിനെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ ആ 10 സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ന്യൂസ് മൊമെൻറ്റം ഉണ്ടോ, എന്തെങ്കിലും ന്യൂസുകളുണ്ടോ, അതിൻ്റെ റിസൾട്ടുകൾ വല്ലതും വരാനുണ്ടോ, അല്ല വേറെ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രഖ്യാപനങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാനോ, അല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അത് നമ്മുടെ ട്രേഡിനെ സ്വാധീനിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ ഇത്ര നാൾ ദൈവമേ ഇത്ര നാൾ ഞാൻ എന്തോ ചെയ്തത് എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഈ ട്രേഡിൻ്റെ ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാളുടെ പിന്നെ ഭാഗമാക്കേണ്ട കാര്യമാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അപ്പം ഇനി അടുത്ത ചിന്തിക്കണം എന്തുവാ, എക്സ്പയറി ഡേ ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചു. വൈകുന്നേരത്തെ പലവരുടെ പ്രീ മാർക്കറ്റുകൾ കേട്ടു, ന്യൂസുകൾ കണ്ടു, കാര്യങ്ങൾ കണ്ടു. നമ്മൾ ഇനി അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർട്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ചാർട്ടിനകത്ത് നമ്മൾ എന്ത് കാണുന്നു, ഓക്കെ, ചാർട്ടിനകത്തിൽ എന്താണ് അതിൻ്റെ മൊമെൻറ്റം, എന്താണ് ട്രെൻഡ്, അപ്പ് ട്രെൻഡാണോ അതോ സെല്ലിംഗ് പ്രഷറാണോ മാർക്കറ്റിൽ കാണുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇതിന് ശേഷം നമുക്കൊരു ബോധ്യം ഉണ്ടാവണം നമ്മളിന്ന് എക്സ്പയറി ഡേയിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്പയറി ഡേയുടെ പ്രത്യേകത എന്തുവാ, ടൈം ഡീക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും അല്ലേ, ടൈം ഡീക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്ട്രൈക്ക് സെലക്ഷൻ. ഒരു കാരണവശാലും OTM മണി എക്സ്പയറി ഡേയിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. ഒരു ഓപ്ഷൻ ബയർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എക്സ്പയറി ഡേയിൽ ഒരിക്കലും ഔട്ട് ഓഫ് ദ മണി ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്ട്രൈക്ക് സെലക്ഷൻ എപ്പോഴും ഒന്നുകിൽ അറ്റ് ദ മണി ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻ ദ മണി ആയിരിക്കണം. കാരണം അവിടെ പ്രീമിയം വളരെ കുറവായിരിക്കും. നമ്മൾ കമ്പാരിറ്റീവ്ലി പുറകിലത്തെ ദിവസങ്ങളെക്കാളും പ്രീമിയത്തിന് വളരെ വില കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ATMലോ ITMലോ അറ്റ് ദ മണിയിലോ ഇൻ ദ മണിയിലോ നമ്മളൊരു പ്രീമിയം സെലക്ട് ചെയ്യുമ്പോൾ, ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈം ഡീക്കെ വളരെ കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ഔട്ട് ഓഫ് ദ മണിയേക്കാളും അതിൻ്റെ ടൈം ഡീക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ ATM സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ATM പെട്ടെന്ന് ITM ആകും. അപ്പോൾ അതിൻ്റെ പ്രീമിയത്തിൻ്റെ മേലോട്ടുള്ള പോക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകും. നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ സ്ട്രൈക്ക് സെലക്ഷൻ്റെ കാര്യം. ഇനി സ്ട്രൈക്ക് സെലക്ഷൻ്റെ കാര്യം ഞാൻ പറയുമ്പം എക്സ്പയറി ഡേ നമ്മളിപ്പോൾ പറഞ്ഞു, അപ്പോൾ ATMോ അല്ല ITMോ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ എക്സ്പയറി പ്രീമിയം സെലക്ട് ചെയ്യുമ്പോൾ, സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു കോൺട്രാക്റ്റ് തുടങ്ങുമ്പോൾ മാക്സിമം ഒരു കോൺട്രാക്റ്റിന് ദിവസം 5 ദിവസമാണല്ലോ. 5 ദിവസം ട്രേഡ്, ഒരാഴ്ചയാണ് വീക്കിലി കോൺട്രാക്റ്റാണ്. അപ്പോൾ വീക്കിലി ആകുമ്പോൾ 5 ദിവസമാണ് ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ഇല്ലേ. നമ്മൾ ഓരോ ആഴ്ചയും ചെയ്യുമ്പോൾ 5 ദിവസമാണ്. അപ്പോൾ നമ്മൾ ആകെ 5 ദിവസമുണ്ട്. ഫസ്റ്റ് ഡേയിൽ നമ്മൾക്ക് വേണമെങ്കിൽ, ഞാൻ മിഡ് ക്യാപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ, നിങ്ങൾക്കിത് എല്ലാം മറ്റേ ഉള്ള ഇൻഡെക്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എങ്കിൽ നമ്മൾ മിഡ് ക്യാപ്പിൽ പിന്നെ ഇത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഒരു ട്രേഡിൻ്റെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോൺട്രാക്റ്റ് ഫസ്റ്റ് ഡേയിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കവിടെ മിഡ് ക്യാപ്പിലാണെങ്കിൽ 100 മുതൽ 200 പോയിൻ്റ് വരെ, ഒരു 150 പോയിൻ്റ്, 100 മുതൽ 150 പോയിൻ്റ് വരെ പുറകോട്ടുള്ള ഔട്ട് ഓഫ് ദ മണി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഫസ്റ്റ് ഡേയിൽ. ഓക്കെ, ഔട്ട് ഓഫ് ദ മണി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല. കാരണം അവിടെ കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് ഡേ അതിൻ്റെ അവിടെ ടൈം ഡീക്ക് വലുതായിട്ട് വരത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 150 പോയിൻ്റ് മാക്സിമം പുറകോട്ടോ മുന്നോട്ടോ നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ദിവസം 4ാമത്തെ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 25 പോയിൻ്റ് 50 പോയിൻ്റ് കുറച്ചിട്ട് നിങ്ങൾക്കൊരു പ്രീമിയം സെലക്ട് ചെയ്യാം. 3ാമത്തെ ദിവസം വരുമ്പം നിങ്ങൾ മാക്സിമം 100 പോയിൻറ്റിൽ കൂടാൻ പാടില്ല. ഔട്ട് ഓഫ് ദ മണി നിങ്ങൾ പ്രീമിയം സെലക്ട് ചെയ്യും. ATMയിൽ നിന്ന് 100 പോയിൻ്റ് അകലെയുള്ള സ്ട്രൈക്കുകൾ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഡേ വരുമ്പോൾ മാക്സിമം 50 പോയിൻറ്റ്. ലാസ്റ്റ് ഡേ വരുമ്പം ഒന്നുകിൽ ATM അല്ലെങ്കിൽ ITM. നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രൈക്ക് സെലക്ഷൻ അതിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ ടൈം ഡീക്ക് നിങ്ങൾക്കൊരു ധാരണയില്ലാതെ നിങ്ങൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ 5000 രൂപയേ ഉള്ളൂ. അപ്പോൾ 5000 രൂപയ്ക്ക് എനിക്ക് മാക്സിമം ക്വാണ്ടിറ്റി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങൾ പോയി ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നു, ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്നു, പക്ഷേ 1 മണിക്കൂർ കൊണ്ട് ഇത് ആവിയായി പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്.
അതുകൊണ്ട് എക്സ്പയറി ഡേയിൽ പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ഔട്ട് ഓഫ് ദ മണി എടുക്കും. എന്താണ് ആ ഒരു മൊമെൻറ്റം കൺഫേം ചെയ്തിട്ട് പൈസ ആറ്റിക്കളഞ്ഞു എന്ന് വിചാരിച്ച്, ഈ പറഞ്ഞ ലോട്ടറി എടുക്കുമെന്ന് വിചാരിച്ച് ഹീറോ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് 1-2 രൂപയായിരിക്കും ഒരു പ്രീമിയത്തിന്. കിട്ടി പോയാൽ പോയി. വൺസിൻ്റെ വയലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം 10 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കിട്ടില്ല, ഒരു പ്രാവശ്യത്തെ വിന്നിങ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ 10 ദിവസം ഉണ്ടായ നഷ്ടം ചിലപ്പോൾ അത് പരിഹരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഹീറോ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി വെച്ച് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന നഷ്ടം വെച്ച് മാത്രം നിങ്ങൾ ഹീറോ ചെയ്യാവൂ. 500 രൂപ അല്ല 1000 രൂപ വെച്ച് മാത്രം. ഒരു ഓപ്ഷൻ ബയർ ഒരു ബിഗിനർ ചെയ്യേണ്ടത് കാര്യം മാക്സിമം 500 രൂപ അല്ല 1000 രൂപയിൽ കൂടുതൽ ഒരിക്കലും ഈ പൈസ നിങ്ങൾ ഹീറോ സീറോയ്ക്ക് വേണ്ടി കളയരുത്. അത് മാത്രമല്ല, നിങ്ങൾ കഴിവതും നിങ്ങൾക്ക് കിട്ടിയ ലാഭത്തിൽ നിന്നും, നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്നും അതിൻ്റെ ഒരു പങ്കെടുത്ത് വെച്ച് മാത്രമേ നിങ്ങൾ ഹീറോ ചെയ്യാവൂ. ഒരിക്കലും പോക്കറ്റിലെ ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങളുടെ മെയിൻ ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഹീറോ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എങ്ങനെ ഹീറോ ചെയ്യണം? നിങ്ങൾ ഹീറോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം, അല്ല അന്നത്തെ ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്ത കിട്ടിയ ലാഭത്തിൻ്റെ ഒരു വിഹിതം, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് മൊത്തം കളയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ലാഭം മുഴുവൻ നിങ്ങൾക്ക് ഹീറോ ഒക്കെ ഉപയോഗിക്കാം. ഒരിക്കലും ക്യാപിറ്റലിനകത്ത് നിന്ന് നിങ്ങൾ ഹീറോ കളിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ഹീറോ കളിക്കാൻ നിങ്ങളുടെ ക്യാപിറ്റൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പൊസിഷൻ സൈസിങ്ങിനെ കുറിച്ച്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണം? ഇപ്പം നിങ്ങളുടെ കയ്യിൽ 50,000 രൂപയുണ്ട്. ഓക്കെ, 50,000 രൂപ കൊണ്ടാണ് നിങ്ങൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ വന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളത് പലർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഓക്കെ, പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉള്ള ക്യാപിറ്റൽ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? സാധനം വലിച്ചു വാരിയെടുക്കും. എനിക്ക് ഇപ്പോൾ ഇത്രയും കിട്ടി, എൻ്റെ ഇത്രയും ഉണ്ട്, ഹ്യൂജ് പ്രോഫിറ്റ് എനിക്ക് കിട്ടും. ശരിയാണ്, ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടും. നഷ്ടം വന്നാലോ അത്രയും ആവിയായി പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും ഒരു ഓപ്ഷൻ ബയർ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഏകദേശം 6 മാസം ആയുള്ളെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ ഓപ്ഷൻ ബൈങ്ങിൽ ഇറങ്ങിയിട്ട് 6 മാസം മുതൽ 1 വർഷം വരെ ആയുള്ളെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക. കഴിഞ്ഞ മാസങ്ങൾ മുഴുവൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നഷ്ടത്തിൻ്റെ പട്ടിക അല്ലാതെ വേറെ ഒന്നും പറയാൻ കാണത്തില്ല. 100% ഉറപ്പാണ്. ഓപ്ഷൻ ബയറിൽ 1000 പേരെടുത്താൽ ചിലപ്പോൾ ഒരാൾ വല്ലതും കാണുമായിരിക്കും. 1000 പേരെടുത്താൽ ഒരാളോ 2 പേരോ വല്ലതും കാണുമായിരിക്കും വിജയിച്ച ആൾക്കാർ. ബാക്കി സെബി പറയുന്നത് 10% പറയുന്നത്, ഞാൻ 1000 പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ മലയാളികളാണ്. അപ്പം അതിൽ 1-2 പേരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമായിരിക്കും. ബാക്കി മുഴുവൻ ആൾക്കാർക്കും പൈസ പോയ ചരിത്രം മാത്രമേ പറയാൻ കാണത്തുള്ളൂ. ഇപ്പം എന്നെ ശ്രദ്ധിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള, അല്ല എൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും അവർ നിങ്ങൾ സ്വന്തം ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഓപ്ഷൻ ബൈങ്ങിന് ഇതിനകത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങളുടെ സ്റ്റാൻഡ് ഇപ്പോൾ എവിടെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടും. അപ്പം ഒരു ഓപ്ഷൻ ബയർ ചെയ്യേണ്ടത് 6 മാസം മുതൽ 6 മാസം മുതൽ 1 വർഷം വരെ മാത്രം ഇതിൽ പരിചയം ഉള്ള ആൾക്കാർ. നിങ്ങൾ കഴിഞ്ഞതൊക്കെ മറന്നേക്ക്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ കഴിഞ്ഞതെല്ലാം മറന്നേക്ക്. ഓക്കെ, നാളെ മുതൽ നിങ്ങളൊരു പുതിയ ട്രേഡിംഗ് സ്റ്റൈൽ ആരംഭിക്കുകയാണെങ്കിൽ, ഒരു ട്രേഡിംഗ് ലൈഫ് നിങ്ങൾ ആരംഭിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് വിചാരിച്ചു. അങ്ങനെ തീരുമാനം എടുത്തെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ ലോട്ട് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഒരേ ഒരു ലോട്ട്, ഒറ്റ ലോട്ട് കൊണ്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം, ഒരു ലോട്ട് മാത്രം. എന്നും സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു ലോട്ട് വെച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോഫിറ്റ് ലോസ് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ ട്രേഡിന് ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടായി, ലക്ഷങ്ങൾ ഉണ്ടായിക്കെന്ന് വിചാരിച്ചോട്ടെ. നിങ്ങൾ പുതിയ ആളാണ്, നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു, സമ്മതിച്ചു. ഇതൊന്നും ഡസൻറ്റ് മാറ്റർ, ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് എൻട്രി ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ലോസ് എത്രയാണ്. ഈ ട്രേഡിന് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന നഷ്ടം ഞാൻ എത്ര സഹിക്കാൻ തയ്യാറാണ്, എനിക്കുണ്ടാകുന്ന ലാഭമാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ ഇറങ്ങണം എന്നുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ, ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് 100% നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇല്ലാതെ വരുന്നിടത്ത് വെച്ച് കാണാം, ഓക്കെ അന്നേരം വരട്ടെ, മാർക്കറ്റ് മേലോട്ട് കയറട്ടെ, അപ്പം നമുക്ക് കാണുമ്പോൾ അന്നേരം ഇപ്പോൾ മാർക്കറ്റ് ഓർഡർ ഇടാം എന്നൊക്കെ ചിന്തിക്കുന്ന എന്നെ കേൾക്കുന്ന ധാരാളം ആൾക്കാർ കാണും. അതൊക്കെ നിങ്ങളുടെ ട്രേഡിങ്ങിനെ, നിങ്ങളുടെ ക്യാപിറ്റലിനെ നശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് നിങ്ങൾ ടാർഗറ്റ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഓൺലി ടാർഗറ്റ് വെക്കും. എൻ്റെ ഇന്നത്തെ ടാർഗറ്റ് 20 പോയിൻ്റാണ്, അല്ലെ 10 പോയിൻ്റാണ്, അല്ലെ 15 പോയിൻ്റാണ്. ഓക്കെ, ആ ടാർഗറ്റ് ഇട്ടുമ്പോൾ നിങ്ങൾ ട്രേഡിന് എൻട്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് ഇട്ട് വെക്കുക. ഓക്കെ, ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, രണ്ടിലേതെങ്കിലും ഒന്ന് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ.
ഓക്കെ. അപ്പം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ 10 പോയിൻ്റ് അല്ലെങ്കിൽ 15 പോയിൻ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ട്രേഡിന് ഞാൻ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസേ കൊടുക്കത്തുള്ളൂ. എൻ്റെ പിന്നെ ടാർഗറ്റ് 15 പോയിൻ്റാണ് അല്ലെങ്കിൽ 20 പോയിൻ്റാണ് എന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെറ്റപ്പിൽ മാത്രമേ പോകാവൂ. അത് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ, ടാർഗറ്റ് അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ. ഈ 2 കാര്യം നിങ്ങൾ ആദ്യം തന്നെ ട്രേഡ് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഒറ്റ ലോട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ധാരാളം പേര് ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാരുണ്ട്. ഡെയിലി 10 പോയിൻ്റ് മാത്രം എടുക്കുന്ന ആൾക്കാർ എൻ്റെ ഗ്രൂപ്പിലുണ്ട്. ഡെയിലി ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. എനിക്കറിയാവുന്ന ആൾക്കാരോട് ഞാൻ പറയുക, അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഡെയിലി അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് ഡെയിലി 10 പോയിൻ്റാണ്. ആ 10 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പുസ്തകം മുടക്കും. 10 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പുസ്തകം മുടക്കും. പിന്നെ അന്നത്തെ ദിവസം ട്രേഡ് ഇല്ല. പുള്ളിക്ക് സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് മാസലാവും. അതുകൊണ്ട് അന്ന് ട്രേഡ് അവസാനിപ്പിച്ചു. നിങ്ങളിങ്ങനെ കൃത്യമായിട്ട് 10 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം 6-7 പ്രാവശ്യം വിജയിക്കാൻ പറ്റും. 6-7 പ്രാവശ്യം. ഓക്കെ. 4 പ്രാവശ്യം പോട്ടെ, 4 പ്രാവശ്യം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് മരിച്ചു. 6 പ്രാവശ്യം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിൻ്റ് നിങ്ങൾക്ക് മിച്ചമായി. 20 പോയിൻ്റ് നിങ്ങൾ പുറകോട്ട് ചിന്തിച്ച് നോക്കണം. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടത്തിൻ്റെ പട്ടിക മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ, ഇല്ലേ? നഷ്ടത്തിൻ്റെ കണക്ക് മാത്രം, നിങ്ങളുടെ ക്യാപിറ്റൽ ഊർന്നു പോയി, നിങ്ങളുടെ പോക്കറ്റ് കാലിയായി പോയ കഥ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന കാര്യം ലാഭം ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യമല്ല പോകുന്നത്. നിങ്ങളുടെ നഷ്ടത്തിൻ്റെ തോത് കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നഷ്ടത്തിൻ്റെ തോത് അല്ല നിങ്ങളുടെ നഷ്ടത്തിൻ്റെ തീവ്രത എങ്ങനെ കുറയ്ക്കാം എന്നതിനുള്ളതിനെ പറ്റി വേണം ആദ്യം നമ്മൾ സ്റ്റഡി ചെയ്യാൻ. നമ്മുടെ മെയിൻ സംഭവം ആദ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എങ്ങനെ നഷ്ടം വന്നു, ആ നഷ്ടം എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. ആ തിരിച്ചറിവ് എവിടെ ഉണ്ടാകുന്നു, എപ്പോഴുണ്ടാകുന്നു, അവിടെ മുതൽ, ആ പോയിന്റ് മുതൽ നിങ്ങൾ വിജയിച്ചു. മനസ്സിലായി ഞാൻ പറയാം. നിങ്ങളുടെ നഷ്ടത്തിൻ്റെ പട്ടിക, നിങ്ങളുടെ നഷ്ടത്തിൻ്റെ കാരണം നിങ്ങൾ എപ്പം കണ്ടെത്തുന്നു, നിങ്ങൾ അത് റിയലൈസ് ചെയ്യുന്നു, നിങ്ങൾക്ക് എപ്പോൾ അത് മനസ്സിലാവും എൻ്റെ പൈസ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ പടി ആരംഭിച്ചു. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ ഇത്ര ചെയ്യുക. കൃത്യമായിട്ട് പോയിൻ്റ് നിങ്ങൾക്ക് 10 പോയിൻ്റ് മതി. 10 പോയിൻ്റ് മതി. 10 പോയിൻ്റ് മതിയെന്നേ. നിങ്ങൾ 10 ട്രേഡ് ചെയ്തു, 4 സ്റ്റോപ്പ് ലോസ് അടിച്ചു, 6 നിങ്ങൾക്ക് സക്സസ് ആയി. അപ്പോൾ നിങ്ങളുടെ മിച്ചം എത്ര പോയിൻ്റ് ഉണ്ട്? 20 പോയിൻ്റ് ഉണ്ട്. ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് ഇത് തന്നെ ചെയ്ത് നോക്കി. ഒറ്റ മാസം നിങ്ങൾ പരീക്ഷ നിങ്ങൾ പല പരീക്ഷകൾ നടത്തില്ല. നിങ്ങൾ പല ഗ്രൂപ്പിൽ പോയി, പല ക്ലാസ്സിൽ പോയി, പല പരിപാടികൾ, എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ നടത്തി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ടെന്ന്, എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. നിങ്ങളിതൊന്നും വേണ്ട, നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പക്ഷേങ്കിൽ സംയമനം വേണം. അത് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് അങ്ങനെയൊരു മനോഭാവം ഇല്ല. കാരണം നമ്മൾ ഈ പിന്നെ എയർപോർട്ടിലാണെങ്കിൽ എമിഗ്രേഷൻ പോകുമ്പോൾ അല്ലെങ്കിൽ ലുലു പോകുകയാണെന്നുണ്ടെങ്കിൽ 10-20 കൗണ്ടർ കാണും. അപ്പോൾ ഈ ക്യൂവിൽ ചാടി നിൽക്കുന്ന കൗണ്ടറുണ്ടോ? അവിടെ നിൽക്കുമ്പോൾ തോന്നും ഇപ്പുറത്തെ ക്യൂവിൽ ഇപ്പോൾ തീരും, അപ്പോൾ അങ്ങോട്ട് മാറിക്കുന്നത്. അപ്പോഴായിരിക്കും അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ബാസ്ക്കറ്റായിട്ട് വേറെ ആളെ നിൽക്കുന്നത്. അവിടെ നിൽക്കണ്ടായിരുന്നു, പഴയടുത്തോട്ട് ചാടിക്കുക. അപ്പം ഇപ്പുറത്തോട്ട് ചാടുമ്പോൾ അവിടെ 2 പേര് വേറെ ചാടിയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിങ്ങളുടെ സമയം പോകുമല്ലാതെ നിങ്ങൾക്കൊരിക്കലും സക്സസ്സിലേക്ക് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു കൃത്യമായൊരു പ്ലാൻ വേണം. ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിംഗ് ലൈഫിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പുതിയ ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത്. പുതിയതായിട്ട് ബിഗിനേഴ്സിന് അങ്ങനെ ഒരു പിന്നെ ലോട്ട് എടുത്ത് വെച്ചു, 10 പോയിൻ്റ് വെച്ച് ചെയ്തു എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. ഓക്കെ. ഇനി പഴയ ആശാന്മാരുണ്ട്, ഇരുത്തം വന്ന ആശാന്മാരുണ്ട്. ഇരുത്തം വന്ന ആശാന്മാർക്ക് ഇത് തന്നെ സംഭവം. നഷ്ടങ്ങളുടെ പട്ടിക മാത്രമേ പറയാനുള്ളൂ. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ കൂടി ഇങ്ങനെ പ്രോഫിറ്റുകൾ ഇങ്ങനെ പറന്ന് കളിക്കും. പക്ഷേ ഇവർക്ക് ഇതൊരിക്കലും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇവർ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 10-15 അല്ല 10 പോയിൻ്റ് 15 പോയിൻ്റ് കാണുമ്പം ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം അത് പിന്നെ റോക്കറ്റ് വിട്ട പോലെ പോകും. 50, 60, 70 പോയിൻറ്റിലൊക്കെ ചെന്ന് നിൽക്കും. അപ്പം ഇത് കണ്ടിട്ട് നമ്മൾ താടിക്ക് കൈ കൊടുത്തിരിക്കാനേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന കാരണം വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് എങ്ങനെ പ്രോഫിറ്റിനെ മാക്സിമം ട്രയൽ ചെയ്യാം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം. ഓക്കെ. നഷ്ടമാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യും, എത്ര വേണമെങ്കിലും അന്തങ്ങാണ്ട് 0 ആകുന്നവരെ വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ളൊരു മനോഭാവമുണ്ട്. പക്ഷേ ഈ പ്രോഫിറ്റ് കാണുമ്പം കൈ വിറയ്ക്കുന്നൊരു സ്വഭാവം
അത് എങ്ങനെ മാറ്റാമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ട്രേഡിന് ഇറങ്ങുന്ന ദിവസം, ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എക്സ്പയറിക്ക് എത്ര ദിവസം മുന്നേ ആണ്, അല്ലെങ്കിൽ എക്സ്പയറിയുടെ അടുത്ത ദിവസമാണോ, നിങ്ങളുടെ കോൺട്രാക്റ്റ് തുടങ്ങുന്ന ദിവസമാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കാരണം നിങ്ങൾ ഹോൾഡ് ചെയ്യും തോറും, നിങ്ങളുടെ ഡ്യൂറേഷൻ കൂടും തോറും നിങ്ങൾക്ക് ടൈം ഡിക്കേയുടെ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രീമിയം മെൽറ്റായി പോകും. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ട്രേഡിംഗ് ഡേ ഏതാണെന്ന് തീരുമാനിക്കുക. അതിൻ്റെ പിന്നെ ടൈം ഡിക്കേയുടെ അളവ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാമ്പിളിലൂടെ, ചാർട്ടിലൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായി. നമ്മൾ ഹോൾഡ് ചെയ്തു, ഹോൾഡ് ചെയ്തിട്ട് 100% ഹോൾഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇന്നലെ അവസാനം ടാർഗറ്റ് അടിച്ചു. പക്ഷേങ്കിൽ 80 ഔട്ട് ഓഫ് ദ മണി എല്ലാം തകർന്നടിഞ്ഞു പോയി. അങ്ങനെ കുറേ പേർക്ക് ലോസ് വന്നു. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാം, അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ ചാർട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ചാർട്ടിൻ്റെ സെറ്റപ്പ് നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ഒരു ട്രേഡിങ്ങിനകത്ത് നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. ചാർട്ട് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാൻ ശ്രമിക്കുക. ട്രേഡിംഗ് വ്യൂവിൻ്റെ ഞാനൊരു ചെറിയ ബിഗിനേഴ്സിന് തുടങ്ങാവുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ചാർട്ട് അത്യാവശ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കത്തുള്ളൂ. ചാർട്ടിൻ്റെ പാറ്റേണും ക്യാൻഡിൽ സ്റ്റിക്സ് ഫോർമേഷനും നിങ്ങൾ അത്യാവശ്യമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു മർബോസ് വരുവാണെങ്കിൽ എന്തുവാണ്, ഒരു എൻഗൾഫിങ് വരുവാണെങ്കിൽ എന്തുവാണ്, ഇങ്ങനെയുള്ള ഒരു ഡോജി ക്യാൻഡ് വന്നാൽ എന്താ സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ പഠിച്ചല്ലേ ഒക്കത്തുള്ളൂ. നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിച്ചല്ലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. ഓക്കെ, അത്യാവശ്യം ഞാൻ ഈ നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ സീരീസൊക്കെ ചെയ്ത് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്കത് കണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഒത്തിരി പേർക്ക് അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, അത് അത്യാവശ്യം ക്യാൻഡലിസ്റ്റിക് ഫോർമേഷൻസ്. ഓക്കെ, എന്താണ് ഒരു എൻഗൾഫിങ്, ഒരു മർബോസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ, ഒരു ലോങ് വിക്കുള്ള ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ്, അത് അങ്ങനെ ഒരു ഫോർമേഷൻ വന്നാൽ ഇനി അടുത്ത ഫർദർ എന്താണ് സംഭവിക്കാനുള്ള സാധ്യത, ഇതൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പണ്ട് ഇതൊന്നും ഇല്ലാതെ ചുമ്മാതെ പൊട്ടനാട്ടം കാണുന്ന കണക്ക് ഇവിടെ വന്നിരുന്ന് ഞാൻ ഇതുപോലെ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പം നമുക്കൊരു കൺവിക്ഷനുണ്ട്, ഇല്ലേ, നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇന്നിടത്തോട്ട് കയറി പോകുമെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കുറേ വിമർശനം ഏറ്റുവാങ്ങിയ, എല്ലാ ദിവസവും ഞാൻ ചാർട്ട് ഇടുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൽ ആരോ വരയ്ക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം ഈ ആരോ നോക്കി മാത്രം ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ഞാൻ വരയ്ക്കുന്ന ആരോ മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പം അവരൊക്കെ എനിക്ക് ഡെയിലി മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം ഈ ലെവലുകളെ പറ്റിയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. പക്ഷെങ്കിൽ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആരോ വരയ്ക്കുമ്പോഴും നമ്മൾ ആ മാർക്കറ്റിൻ്റെ പുറകിലുള്ള കുറേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ ചാർട്ട് വരയ്ക്കുകയും ചാർട്ടിനകത്ത് ആരോ ഇടുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് അതിനകത്തിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കറക്റ്റായിട്ട് പ്രീവിയസ് പല പ്രാവശ്യം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് വരയ്ക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അത് വരച്ചപ്പം, അതായത് വെള്ളിയാഴ്ചത്തേക്കുള്ള ചാർട്ട് ഞാൻ വരച്ചപ്പം അതിനകത്ത് ഞാൻ വളരെ കോൺഫിഡൻറ്റോട് പറഞ്ഞിരുന്നു, ഞാൻ ഇനി മുകളിലോട്ട് മാത്രമേ ആരോ വരയ്ക്കുന്നുള്ളൂ, താഴോട്ട് ഞാൻ ആരോ വരയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കുറേ വിമർശനങ്ങൾ എനിക്ക് കേട്ടു. പക്ഷേ അത് എൻ്റെ ഒരു കൺവിക്ഷനാണ്, എൻ്റെ ഒരു കോൺഫിഡൻറ്റാണ്, ഇല്ലേ. മാർക്കറ്റ് നാളെ അപ്സൈഡിലോട്ട് പോകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ 100% മാർക്കറ്റിനകത്ത് യാതൊരു പ്രാധാന്യമില്ല. കാരണം മാർക്കറ്റിൽ എപ്പോഴും, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം, എപ്പോഴും പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ, സാധ്യതകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും 100% ഒരാൾക്കും നമുക്ക് ഇതിങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് സാധ്യതകളെ പറ്റി മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 100% വിജയിച്ചിരുന്നെങ്കിൽ മാർക്കറ്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കോടിപതികളായി തീരത്തില്ലായിരുന്നു, ഇല്ലേ, ലക്ഷപ്രഭുക്കളായി തീരത്തില്ലായിരുന്നു. ഇങ്ങനെയാണ് തേരപ്പാര അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി, 100% സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. അങ്ങനെ ഒരു സ്ട്രാറ്റജിയേ ഇല്ല.
അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതെല്ലാം സാധ്യതകളാണ്. അപ്പോൾ ഈ സാധ്യതകളെ കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ആ സാധ്യതകളെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്ത് പഠിക്കണം? നമ്മൾ ചാർട്ട് പഠിക്കണം. നമ്മളൊരു കാര്യം ആലോചിക്കണം, മാർക്കറ്റിൽ ഇന്ന് ഇഷ്ടംപോലെ സ്ട്രാറ്റജികളുണ്ട്, ഇഷ്ടംപോലെ പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാനാണ് എൻ്റെ ചാർട്ടിനകത്തിൽ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ ഉപയോഗിക്കാറില്ല. ആ ഇൻഡിക്കേറ്ററിൽ ഞാൻ ഒരു പരിധി വരെ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ ആ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയം പറയുന്ന സംഭവം ഒരു ഇൻഡിക്കേറ്ററാണ്. അത് നമുക്ക് മറന്നുകൂടാം, ഇത്രയും പറയുമ്പോൾ അതും പറയണമല്ലോ. ഞാൻ എൻ്റെ ചാർട്ടിനകത്തിൽ ആകെ ഉപയോഗിക്കുന്നത് വോളിയവും പ്രൈസ് ആക്ഷനും മാത്രമാണ്. അതായത് പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ആ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ, അത് ഇനിയും അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അടുത്ത ക്യാൻഡിൽ ഇനി എങ്ങനെ വീഴാൻ പോകുന്നു, അത് അതിൻ്റെ താഴെ കാണുന്ന വോളിയം കൂടെ ക്ലബ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് അസസ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ള കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിന് എതിരഭിപ്രായം കാണാൻ ഞാൻ ആരെയും കുറച്ച് കാണിക്കുകയല്ല. പലരും പല ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, പല സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ഫൈൻ, ഓക്കെ. ബട്ട് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തി പറയാറില്ല, അതിനുള്ള ആളുമല്ല ഞാൻ. കാരണം അത് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒന്നുമല്ല. ഞാൻ പറയുന്ന കാര്യം, ഞാൻ അനുഭവിച്ചറിഞ്ഞ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. കാരണം അന്നത്തെ കാലത്ത് എനിക്കിത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു, മനസ്സിലായി. ഇത് സ്വയം തപ്പിപ്പിടിച്ച് കാശ് കളഞ്ഞ് കണ്ടെത്തി പഠിച്ച് ഞാൻ ഈ ലെവലിലെത്തിയതാണ്, ഓക്കെ. അപ്പം അങ്ങനെ ഒരു സംഭവം നാളെ ഒരാൾക്കുണ്ടാകരുത് എന്നൊരു, ഇങ്ങനെ പൈസ വെറുതെ കൊണ്ട് വെള്ളത്തിൽ കളയല്ലേ എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംഭവം ഇങ്ങനെ തുടങ്ങിയത്, ഓക്കെ, ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഒരു ട്രേഡും എടുക്കാൻ പാടില്ല. നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാർട്ടിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചാർട്ടിനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിൽ ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിൽ ലൈഫിൽ 75% നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ ചിരപരിചിതമായിട്ട് ചാർട്ടിനെ പിന്നെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പം, അല്ലെ നിങ്ങൾ അതുമായിട്ട് പരിചിതമാകുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഫോർമേഷൻസ് എന്താ ഉണ്ടാകാൻ പോകുന്നതെന്നും അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ, ഈ ചാർട്ടിൻ്റെ കൂടെ തന്നെ OI എന്നൊരു സംഭവമുണ്ട്. OI ഉണ്ട്, OIC ഉണ്ട്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റും ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസും. OI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, OIC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ്. ഇത് രണ്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും, ഓക്കെ. പലർക്കും പല എതിരഭിപ്രായങ്ങളാണ്. ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാനീ പറയുന്നത്, ഓക്കെ. ഇന്ന് തന്നെ നമ്മൾ ട്രേഡ് ചെയ്തത് കറക്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ്, ഇല്ലേ? നമുക്ക് ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം, നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാന കാരണം OI വെച്ചായിരുന്നു. കാരണം OIയിൽ ഒരു ബൈയിങ് പ്രഷർ അവിടെ കാണുന്നു, ഒരു പിന്നെ പുട്ട് റൈറ്റിങ്ങിൻ്റെ ബിൽഡപ്പ് നമ്മളവിടെ കാണുന്നു. അതുകൊണ്ട് ഇത് കാണും. ഞാൻ വരച്ച് സ്ക്രീൻഷോട്ട് എടുത്താൽ അത് വരച്ച് കൃത്യമായിട്ട് ഞാൻ 2 ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടവർക്ക് നിങ്ങൾക്കത് മനസ്സിലായി കാണും. അപ്പം നമ്മൾ അതൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ വിജയിക്കാനുള്ള സാധ്യതകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ OI എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പം വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുകയല്ല, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറയുക, ഓക്കെ. ഈ ഐ ബട്ടണിൽ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഓപ്പൺ ഇൻട്രസ്റ്റിനെ എങ്ങനെ വിശകലനം ചെയ്യാം, അത് വെച്ച് നമുക്ക് ഇങ്ങനെ ട്രേഡ് എടുക്കാമെന്നുള്ളത് ഞാൻ ഈ ഐ ബട്ടൺ അതിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക, ഓക്കെ. അപ്പം അതും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങനെ പല പല കാര്യങ്ങൾ മാർക്കറ്റിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ട്രേഡിങ്ങിനകത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെയാണ്, അപ്പം ഏറ്റവും മെയിൻ ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് നമ്മൾ വന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഞാൻ ചാർട്ടിനകത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുകൊണ്ട് നമ്മൾ പിന്നെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു, അതിൻ്റെ എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ചാർട്ടും കൂടെ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ, ഓക്കെ. അപ്പോൾ അതും കൂടെ ഞാൻ ക്ലബ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എങ്ങനെ ഹോൾഡ് ചെയ്യാം, ഈ കയ്യിരിക്കുന്ന സാധനം ഹോൾഡ് ചെയ്യണോ അതോ കൊടുത്ത് ഒഴിവാക്കണോ എന്നുള്ളത് ചാർട്ടിലൂടെ ഞാൻ കാണിച്ചു തരാം, ഓക്കെ. ഇത് ഞാൻ ഈ ഇൻട്രാക്ഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാനം ഞാൻ ആ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തൊരു മഹാസംഭവമാണ്, എല്ലാവരുടെയും ഒരു കീറാമുട്ടിയാണ് ഈ ആവറേജ് ചെയ്യുന്ന പരിപാടി.
അപ്പം ഈ ആവറേജ് ചെയ്യുന്നതിനകത്തിൽ സർട്ടൺ ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചുമ്മാതെ എടുത്തിട്ട് ഒരിക്കലും ഒരു കാരണവശാലും ഒരു പൊസിഷൻ നിങ്ങൾ ആവറേജ് ചെയ്യാൻ പാടില്ല. അത് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ സാധാരണ ചെയ്യുന്നത് 10 പോയിൻറ്റ് താഴെ കഴിഞ്ഞാൽ ഉടനെ നിങ്ങളവിടെ ആവറേജ് ചെയ്യും. ഓക്കെ, വീണ്ടും 10 പോയിൻറ്റ് പോകുമ്പോൾ വീണ്ടും നിങ്ങൾ ആവറേജ് ചെയ്യും. ഇങ്ങനെ ആവറേജ് ചെയ്ത് നിങ്ങളുടെ ക്വാണ്ടിറ്റി കൂടുതലല്ലാതെ ലോസിൻ്റെ തോതും കൂടുമല്ലാതെ വേറെ യാതൊരു ഗുണം അതുണ്ട്. ചിലപ്പോൾ വൺസിൻ്റെ വല്ലപ്പോഴും കാണും. ചിലപ്പോൾ ഒരു ഹൈ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം രക്ഷപ്പെടാനുള്ള സാധ്യത. അത് വളരെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് വല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വല്ല ബാസ്ക്കറ്റ് ഓർഡർ, വല്ല നമ്മുടെ ഭാഗ്യത്തിന് വല്ലതും കൊണ്ടിട്ട് അങ്ങനെ വല്ല മാർക്കറ്റിനെ പൊട്ടിക്കുകയോ മേലോട്ട് കയറുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിരിക്കുന്ന 5 രൂപ ചിലപ്പോൾ 50 രൂപ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ച് നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ ആവറേജ് ചെയ്യാം, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളെപ്പോഴും ഒരു ആവറേജ് ചെയ്യേണ്ട കാര്യം, ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു അറ്റ് ദ മണി കോളാന്ന് വിചാരിച്ചു. ഒരു അറ്റ് ദ മണി 50 രൂപയുടെ ഒരു പ്രീമിയം. ഇന്നിപ്പം എക്സ്പയറിയുടെ തലേ ദിവസം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു അറ്റ് ദ മണി ഓപ്ഷൻ്റെ പ്രീമിയം 50 രൂപയാണെന്ന് വിചാരിച്ചു. മാർക്കറ്റ് പതുക്കെ താഴോട്ട് പോവുക. 50 രൂപ എന്നുള്ളത് 45 40. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 40 രൂപ ആയില്ലേ, ഒന്ന് ആവറേജ് ചെയ്യാൻ തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ആവറേജ് 45 രൂപ. 50 നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു, അടുത്ത നമ്മൾ 40 ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ആവറേജ് 45 ആയി. വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോയി 30 ആയി. അപ്പോൾ വീണ്ടും നമ്മൾ ഒരെണ്ണം അവിടെ ആവറേജ് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മുടെ ആവറേജ് 40. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 ലോട്ടായെന്ന് വിചാരിക്കണം. അപ്പം ഓരോ പോയിൻ്റ് താഴും തോറും, ഓരോ പോയിൻ്റ് പ്രീമിയം താഴും തോറും നമുക്ക് 3 പോയിൻ്റാണ് ടോട്ടൽ കുറയുന്നത് ആലോചിക്കണം. കാരണം 3 നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ താഴോട്ട് പോകും തോറും നിങ്ങൾ ആവറേജ് ചെയ്യുന്നു. ഇങ്ങനെ കയ്യിരിക്കുന്ന ക്വാണ്ടിറ്റി കൂടുന്നതല്ലാതെ നിങ്ങളുടെ ലോസിൻ്റെ ആ സംഖ്യ, ആ റെഡ് നമ്പേഴ്സ് ഇങ്ങനെ കൂടുന്നതല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പം എങ്ങനെയാണ് ആവറേജ് ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഒരു പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുകയാണെന്ന് വിചാരിച്ചു. എക്സ്പയറി ഡേയുടെ തലേദിവസമോ അതിൻ്റെ തലേദിവസമോ ആണെങ്കിൽ, ഇപ്പം നമുക്ക് മിഡ് ക്യാപ്പിൽ എക്സ്പയറി മൺഡേ ആണ്. ഓക്കെ, തേഴ്സ്ഡേയോ ഫ്രൈഡേയോ ആണെന്നുണ്ടെങ്കിൽ, തേഴ്സ്ഡേ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കുമായിരിക്കും നമുക്ക് DK ആരംഭിക്കുന്നത്. DKയുടെ തോത് കൂടുന്നത് ഒരു തേഴ്സ്ഡേ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ DKയുടെ സ്വഭാവം കൂടി വരും. അതുവരെ വലിയ കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും എക്സ്പയറി ഡേയുടെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമോ വെള്ളിയാഴ്ചയോ ഒരിക്കലും നമ്മൾ ആ കയ്യിലുള്ള പൊസിഷൻ താഴെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ പൊസിഷൻ ആവറേജ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് നമുക്ക് മുകളിലോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാർക്കറ്റ് താഴോട്ട് വരുന്നു, പക്ഷേ നമ്മുടെ കൺവിക്ഷൻ എന്തുവാ? മാർക്കറ്റ് മുകളിലോട്ട് പോകും. കാരണം ചാർട്ടിനകത്തിലും OI വെച്ചൊക്കെ നോക്കുമ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് നമ്മുടെ ധാരണ, ഇല്ലേ? പക്ഷേങ്കിൽ ടെമ്പററി ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വരുന്നുള്ളൂ നമ്മൾ മനസ്സിലാക്കുകയും മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോകുന്നു നമ്മൾ കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ നമുക്ക് ലെവലുണ്ട്. അടുത്ത ലെവല് വരുമ്പോൾ നിങ്ങൾ ആദ്യം മുടക്കിയ അതേ പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് അവിടെ, ഇപ്പോൾ നിങ്ങൾ ആദ്യം ഓൾറെഡി ATM 50 രൂപയ്ക്ക് ഒരു ATM എടുത്തത്, ഇല്ലേ? ആ 50 രൂപ എന്നുള്ളത് 40 രൂപ വന്നു. 40 രൂപ വന്നപ്പോൾ അത് ഔട്ട് ഓഫ് ദ മണിയായി, ഇല്ലേ? ഔട്ട് ഓഫ് ദ മണിയായി. അപ്പോൾ 40 രൂപ താഴോട്ട് വരുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാനുള്ള സാഹചര്യം വന്നു. ഓക്കെ, ഒരു സപ്പോർട്ട് ലെവലിൽ വന്നു. സപ്പോർട്ട് ലെവലിൽ 40 രൂപ അല്ലെങ്കിൽ 35 രൂപ 38 രൂപയ്ക്ക് വന്ന ഒരു സപ്പോർട്ട് ലെവലിൽ വന്നെന്ന് വിചാരിച്ചു. മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്യുക. ഇവിടെ നേരെ തിരിച്ച് മേലോട്ട് പോകാനോ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കി വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള 40 രൂപ ഒരിക്കലും ആവറേജ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ വെച്ച് അവിടുത്തെ ഒരു ATM വാങ്ങിക്കുക. മനസ്സിലായി ഞാൻ പറഞ്ഞു? നിങ്ങൾ 50 രൂപയ്ക്ക് ഒരു ATM മേടിച്ചത്, നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രീമിയം ഇപ്പം 38-40 രൂപയായി. അവിടെ വന്നു കഴിഞ്ഞപ്പം അത് ഔട്ട് ഓഫ് ദ മണിയായി. അപ്പം അവിടെ അപ്പോൾ ആ സ്ട്രൈക്കിൽ, ഇപ്പം നിങ്ങൾ ഏത് സ്ട്രൈക്കിലാണോ നിൽക്കുന്നത്, ഏത് പോയിന്റിലാണോ ഇൻഡെക്സിൻ്റെ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത്, ആ പോയിന്റിൽ ഒരു ATM വാങ്ങിക്കുക. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ ആവറേജ് ചെയ്യില്ല. നിങ്ങൾക്ക് ആവറേജ് ചെയ്യാം. എപ്പോഴും കോൺട്രാക്റ്റ് തുടങ്ങുന്ന ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാം. ഒരു കാരണവശാലും 2 ദിവസം എക്സ്പയറി ആകാൻ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിലുള്ള പൊസിഷൻ നിങ്ങൾ ആവറേജ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ സ്ട്രൈക്ക് ആവറേജ് ചെയ്യല്. നിങ്ങൾ ATM ഓൾറെഡി 50 രൂപയ്ക്ക് എടുത്തത്, ഇല്ലേ? ആ താഴോട്ട് കഴിഞ്ഞപ്പം നിങ്ങളുടെ സ്ട്രൈക്ക് താഴോട്ട് വരുമ്പോൾ അത് ATM ആയിട്ട് മാറും. അപ്പോൾ ആ ATM നിങ്ങൾ കോൾ ഓപ്ഷൻ എടുക്കുക. മുകളിലോട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ ഉദാഹരണം 12
500 13,000 വിചാരിച്ചു. ഒരു ഉദാഹരണം ഞാൻ പറയാം. 13,000 നിങ്ങളൊരു കോൾ ഓപ്ഷൻ എടുത്തു. ഒരു കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്ത് പറ്റി? 13,000 നിങ്ങൾ 50 രൂപയ്ക്ക് എടുത്തത്, 13,000 50 രൂപയ്ക്ക് എടുത്തു. മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു, 12,950 വന്നു എന്ന് വിചാരിച്ചു. 12,975 വന്നു വിചാരിച്ചു. 12,975 വന്നു. അപ്പം നിങ്ങളുടെ കയ്യിരിക്കുന്ന 50 രൂപ എന്നുള്ള പ്രീമിയം നിങ്ങൾ 40 രൂപയായി. അവിടെ സപ്പോർട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ ആവറേജ് ചെയ്യരുത്. ആവറേജ് ചെയ്യുക, പുതിയ പ്രീമിയം എടുക്കുക ചെയ്യല്ലേ. എവിടെയാണോ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, ആ സപ്പോർട്ടിൽ ലെവലുകൾ നമ്മൾ വരയ്ക്കുമല്ലോ, ആ സപ്പോർട്ടിലെത്തുമ്പം നിങ്ങൾ അന്നേരപ്പം ആ സ്ട്രൈക്കിൽ ഇപ്പം നിങ്ങൾ 12,950 എത്തിയെന്ന് വിചാരിച്ചു. 12,950 12,950 ATM ഇല്ലേ? അപ്പം നിങ്ങളൊരു സ്ട്രൈക്ക് 12,950 ഒരു സ്ട്രൈക്ക് വാങ്ങിക്കുക. ഒരിക്കലും 13,000 സ്ട്രൈക്ക് നിങ്ങൾ ആവറേജ് ചെയ്യാൻ പോകരുത്. 12,950 അതൊരു ATM ആയി ഇല്ലേ? അപ്പം ഇനി നിങ്ങൾ വിചാരിച്ചപ്പോൾ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ 12,950 എന്നുള്ളത് ITM ആയിട്ട് തീരും. എന്താ സംഭവിക്കുന്നത്? ആ പ്രീമിയം പെട്ടെന്ന് കൂടും. അപ്പം നിങ്ങളുടെ ലോസ് പെട്ടെന്ന് റിക്കവർ ആകും. ഇനി താഴോട്ട് പോകുകയാണെങ്കിലും ടൈം ഡിക്കേയുടെ തോത് വളരെ കുറവായിരിക്കും. മനസ്സിലായി പറഞ്ഞേ? ടൈം ടിക്കറ്റ് തോത്, കാരണം ഡെൽറ്റ അതിൻ്റെ 0.5 0.6 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെൽറ്റയും വേഗം തീറ്റയുടെ കാര്യം ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ഡെൽറ്റ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. 0.5 ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പ്രീമിയം പെട്ടെന്ന് DK വരത്തില്ല. അപ്പം തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ITM ആകും. അപ്പം നിങ്ങളുടെ ലോസ് പെട്ടെന്നുണ്ടായ ഈ 50-40 വന്ന ലോസ് ഈ നമ്മൾ 12,950 വാങ്ങിച്ച ATM സ്ട്രൈക്ക് ITM ആകുമ്പോൾ ഈ പ്രോഫിറ്റ് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എപ്പോഴും നിങ്ങൾ ആവറേജ് ചെയ്യുമ്പം ഈ കാര്യം മാത്രം ശ്രദ്ധിക്കുക. കോൺട്രാക്റ്റ് തുടങ്ങുന്നതിൻ്റെ 1-2 ദിവസം മാത്രമേ നിങ്ങൾ സെയിം സ്ട്രൈക്ക് നിങ്ങൾ ആവറേജ് ചെയ്യാവൂ. അല്ലാത്തപ്പോൾ നിങ്ങൾ ആവറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ലെവലിൽ വന്നിട്ട് അവിടുത്തെ ATM ITM വേണം നിങ്ങൾ അവിടെ ആവറേജ് ചെയ്യാനോ അല്ല ഒരു പുതിയ സ്ട്രൈക്കായിട്ട് വാങ്ങിച്ച് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ആവറേജ് ചെയ്യുമ്പോഴും പിന്നെ നിങ്ങൾ ലോസിലോട്ട് കുത്തുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അപ്പം തന്നെ അവിടെ എക്സിറ്റ് ആകണം. കാരണം ഞാൻ ആദ്യമേ ഈ വീഡിയോ തുടങ്ങി പറഞ്ഞു, നിങ്ങൾക്കൊരു ട്രേഡിംഗ് പ്ലാൻ വേണം. നിങ്ങളുടെ ലോസ് എത്രയാണ് നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ആ റേഞ്ചിലെത്തിയാൽ അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ അവിടെ എക്സിറ്റ് ആവണം. ഓക്കെ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അല്ല നിങ്ങളുടെ നഷ്ടം നിങ്ങൾ സഹിക്കാൻ 1000 രൂപയാണ് നിങ്ങൾ നഷ്ടം സഹിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 1000 രൂപയിലെത്തിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എക്സിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ അതായിരിക്കണം. കാരണം ആദ്യം നിങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ട്രേഡിംഗ് പ്ലാൻ എനിക്ക് 1000 രൂപ നഷ്ടം, 1500 ലാഭം, ഇതാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാനെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 10-7 നിങ്ങൾക്ക് വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്. ആ 10-7 വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസാവസാനം പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. ഇത്രയും നാൾ നിങ്ങൾ നഷ്ടത്തിൽ ഇറങ്ങിയിരുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടവും ലാഭവും കൃത്യമായിട്ട് തീരുമാനിച്ചിട്ട് മാത്രം ട്രേഡിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വിജയിക്കാൻ പറ്റും. ഞാൻ ഗ്യാരണ്ടി പറയുന്നു. കാരണം 10-7 വിന്നിങ് പ്രോബബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ 3 ട്രേഡ് പോട്ടെ, അല്ല 4 ട്രേഡ് പോലെ 6 ട്രേഡ് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാസാവസാനം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മന്ത്ലി പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് പച്ചയായിരിക്കും. ഓക്കെ, 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് വേണം ഇതിൻ്റെ അടിയിൽ തന്നെ തെറി വിളിച്ചത് തെറ്റിപ്പോയെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ആ കാര്യം നിങ്ങൾ പൊസിഷൻ സൈസിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ഈ പ്രതീക്ഷയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഹോപ്പ് ഈസ് ദ വേഴ്സ്റ്റ് എനിമി ഓഫ് എ ട്രേഡർ. പ്രതീക്ഷയാണ് ഒരു ട്രേഡറിൻ്റെ ഏറ്റവും വലിയ ശത്രു. നമ്മൾ പ്രതീക്ഷിക്കും ഓക്കെ ഇനിയും തിരിച്ചു കയറും പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ വീണ്ടും ആവറേജ് ചെയ്യും, അവസാനം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷകളൊന്നും വേണ്ട. പ്രതീക്ഷിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് ഒരു പരിധി വേണം. ആക്രാന്തം പാടില്ല. എല്ലാത്തിനും നമുക്കൊരു പരിധി വേണം. ആ പരിധി വിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മൾ ഒരു കാരണവശാലും നിൽക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ നഷ്ടം നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. വേറെ ഒരാൾക്കും അതിനെ മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലോസ് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ ലാഭവും നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഒരു മാസം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അഭൂതമായ മാറ്റം വരും. വളരെ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ വരും. കാരണം നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേജ് അവിടെ എത്തും. ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരും.
പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെ ചെയ്യണം, എവിടെ ഇറങ്ങണം, എങ്ങനെ കയറണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഓക്കെ, ഒരു ദിവസം എത്ര ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കണം, ഒരു ദിവസം ഞാൻ എത്ര ട്രേഡ് ചെയ്യും. ഒരു ട്രേഡ് അല്ലെ 2 ട്രേഡ്, അത് നിങ്ങൾ തീരുമാനിച്ചുറപ്പിക്കണം. ട്രേഡിന് ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എൻ്റെ ട്രേഡ് എനിക്കാകെ 2 ട്രേഡാണ് ഉള്ളത്, ആ 2 ട്രേഡ് ഞാൻ ചെയ്യും. അതിൽ ഫസ്റ്റ് ട്രേഡ് ലാഭമായാൽ സെക്കൻഡ് ട്രേഡ് ഞാൻ ഉപേക്ഷിക്കും. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് ലാഭമായാൽ സെക്കൻഡ് ട്രേഡ് ഞാൻ ഉപേക്ഷിക്കും. ഇനി ഫസ്റ്റ് ട്രേഡ് ലോസ് ആയാൽ ഞാൻ ഒന്നുകൂടെ പരിശ്രമിക്കും. സെക്കൻഡ് പിന്നെ ട്രേഡ് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അതുകൊണ്ട് പരിപാടി നിർത്തും. അത് ഓപ്ഷൻ എ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഞാൻ ഒറ്റ ട്രേഡേ ചെയ്യത്തുള്ളൂ. ഓക്കെ, എനിക്ക് ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഞാൻ ഒറ്റ ട്രേഡ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം, പ്രത്യേകിച്ച് ബിഗിനേഴ്സ്. ഓക്കെ, ഞാൻ ഇന്ന് എത്ര ട്രേഡ് ചെയ്യും എന്നുള്ളത് ട്രേഡ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിന് ഇറങ്ങാവൂ. അപ്പോൾ ഇത്രയൊക്കെ ഈ കാര്യങ്ങൾ ഇനിയും കുറേ പറയാനുണ്ട്, പക്ഷേ ഇത് പറഞ്ഞ് ഈ വീഡിയോ അങ്ങ് നീണ്ടുപോകും, നിങ്ങളും ബോറടിക്കും. ഓക്കെ, അപ്പം ഈ നമ്മൾ എങ്ങനെയാണ് ഒരു പിന്നെ പ്രോഫിറ്റ് എങ്ങനെ ട്രെയിൽ ചെയ്യുന്നുള്ളത് ഞാൻ ചാർട്ടിനകത്തിൽ കാണിച്ചു തരാം. ഇതിന് ശേഷം അവസാനം ഞാൻ കാണിച്ചു തരാം. അതിനാണ് കുറേ പേരിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് OA-ക്കകത്തിലോ അല്ലെങ്കിൽ പിന്നെ ചാർട്ടിനകത്തിൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാം എന്നുള്ളത് കൂടെ ഇതിൻ്റെ അവസാനം ഇതിന് ശേഷം ഞാൻ ചാർട്ടിനകത്തിലൂടെ കാണിച്ചു തരാം. അപ്പം ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും, ഓക്കെ, ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ സംഭവമാണ് എങ്ങനെയാണ് പ്രോഫിറ്റ് ട്രെയിൽ ചെയ്യുക എന്നുള്ള സംഭവം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഔട്ട് ഓഫ് ദ മണി ആയി ഈ ഹോൾഡ് ചെയ്ത് ലോസിൽ വന്നതിൻ്റെ ആ ഒരു കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് അപ്പോൾ ഒരു സ്ട്രൈക്ക് സെലക്ഷൻ ആവറേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഒരാളോട് പേഴ്സണലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ ട്രേഡിംഗ് ആണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഇത് ഇന്നലത്തെ സിനാരിയോ ആയി കാണുന്നത്. അപ്പം നമുക്ക് 3 ഗ്രീൻ ക്യാൻഡിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇത് 3 ഗ്രീൻ ക്യാൻഡിൽ നമ്മൾക്ക് മാർക്കറ്റ് മേലോട്ട് പോകുന്നു എന്നൊരു പ്രതീതി വരുത്തിയതിന് ശേഷം ഒരു മനഃപൂർവ്വമായ സെല്ലിങ്, ഓപ്പറേറ്റർമാർ മനഃപൂർവ്വമായ ഒരു സെല്ലിങ് ഇവിടെ നടത്തി, അല്ലേ? അപ്പം നമ്മൾ ഓൾറെഡി വീക്കിലി അനാലിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ വീക്കിലി അനാലിസും റിസർച്ച് അനാലിസും ഒക്കെ കാണുകയും കേൾക്കുകയും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടുന്ന് മാർക്കറ്റ് 1 സ്ട്രെച്ചിൽ നേരെ താഴോട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 13,000 മിഡ് ക്യാപ് നിഫ്റ്റിക്ക് ഒരു ബേസ് സപ്പോർട്ടാണ്. ആ റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മാർക്കറ്റ് കയറിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി അനാലിസിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീക്കിലി അനാലിസിൽ, അല്ലേ? അതുപോലെ തന്നെ 13,000, 12,950, 60, 12,900 വരെ ഏകദേശം വന്നു. ആ റേഞ്ച് വരെ വന്നതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി, ഇല്ലേ? റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് ഒറ്റ സ്ട്രെച്ചിൽ താഴോട്ടെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, റിവേഴ്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്കൊരു ട്രെൻഡ് കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. മാർക്കറ്റിനെ തിരിച്ച് ഇവിടുന്ന് കയറാൻ പോകുകയാണ് എന്നൊരു ട്രെൻഡ് കൺഫർമേഷൻ നമുക്ക് വന്നു. ഫസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, സെക്കൻഡ് ക്യാൻഡിലും ഗ്രീൻ മേളിൽ വരെ പോയിട്ട് തിരിച്ച് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ട്രേഡ് ഇട്ടില്ല, നമുക്ക് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ ഇല്ല. കാരണം ഇനി മാർക്കറ്റ് തിരിച്ച് പൊട്ടുമോ, കാരണം ഇവിടുന്ന് റിജക്ഷൻ വന്നു, അപ്പോൾ മാർക്കറ്റ് തിരിച്ച് പൊട്ടുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് പതുക്കെ മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങി. നമ്മുടെ റേഞ്ചിനകത്ത് വന്നു, അല്ലേ? നമ്മുടെ റേഞ്ചിനകത്ത് വന്ന് തിരിച്ച് മാർക്കറ്റ് കയറാൻ തുടങ്ങി. വീണ്ടും അവിടുന്ന് റിജക്ഷൻ വന്നു. കാരണം ഒറ്റയടിക്ക് മാർക്കറ്റ് കയറി പോകത്തില്ല. എപ്പോഴും മാർക്കറ്റ് വീണ് കയറി പോകുന്ന മാർക്കറ്റാണ് ഹെൽത്തി മാർക്കറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരിക്കലും മാർക്കറ്റ് നേരെ ഒറ്റ സ്ട്രെച്ചിന് മേലോട്ട് കയറി ഇങ്ങനെ കയറി പോകത്തില്ല. എപ്പോഴും മാർക്കറ്റ് വീണ് കയറി പോകത്തുള്ളൂ. ഇത് ഇങ്ങനെയുള്ള പോകുന്ന മാർക്കറ്റാണ് ഹെൽത്തി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ പോകുമ്പോൾ മാർക്കറ്റിന് സ്ട്രെങ്ത് കൂടും, അതിൻ്റെ പോക്ക് വളരെ സുഗമമായിരിക്കും. പക്ഷേ ഇങ്ങനെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഴാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ തന്നെ, മനസ്സിലായോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ വീഴ്ച ഭയങ്കര ഭയാനകമായിരിക്കും വീഴ്ച. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ പോകുന്ന മാർക്കറ്റ്, അപ്പം നമ്മൾ ശ്രദ്ധിച്ചോണം, മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ പോകുന്ന മാർക്കറ്റാണ് ഏറ്റവും നല്ല മാർക്കറ്റ്. ഓക്കെ, അപ്പം ഒന്ന് വായിച്ചു കളഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങി, തിരിച്ച് വീണ്ടും കയറി, തിരിച്ച് വന്നു,
അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഒരു ലൈൻ ഫോർമേഷൻ വന്നു അല്ലേ, നമ്മളൊരു ലൈൻ ഫോർമേഷൻ വന്നു. അപ്പോൾ നമ്മൾ ആ ലൈന് ഇവിടെ വരച്ചിട്ടു. ഞാൻ ഇന്നലെ വരച്ച ലൈനാണ് അത്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഒരു ട്രെൻഡ് കൺഫർമേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രോഫിറ്റ് ട്രെയിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഇവിടുന്ന് 13,250 200 എടുത്ത ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം ഒഴിവാക്കുക, അല്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് അവസാനം നമ്മൾ ATM സ്ട്രൈക്ക് ഇവിടുന്ന് 13,000 നമ്മളെടുത്ത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇവിടെ കയ്യിലിരുന്ന സംഭവം 13,250 13,000 ഒക്കെ 13,200 ഒക്കെ നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ച് കയറുമ്പം നമ്മുടെ പ്രോഫിറ്റ് ചിലപ്പോൾ കോസ്റ്റാണ്. ഇപ്പോൾ ഹ്യൂജ് ആവറേജിങ് വന്നാൽ ചിലപ്പോൾ കോസ്റ്റ് വല്ല ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ലോസിൽ ഇറങ്ങാൻ പറ്റും. അതേസമയം നമ്മൾ ഇവിടുന്ന് ഒരു ITM സ്ട്രൈക്ക് 13,000 സ്ട്രൈക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഏകദേശം എത്ര 70 രൂപയിൽ നിന്ന് 70-80 രൂപയിൽ നിന്ന് അല്ല 100 രൂപയിൽ നിന്ന് 160 രൂപ വരെ ഒറ്റയടിക്ക് പോയി. 60 പോയിൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് കിട്ടി. ഇത് തന്നെ ഇവിടെ തന്നെ 60 രൂപ പോയിൻറ്റ് 13,000 ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിച്ചപ്പം ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോൾ എത്രയായി, 60 രൂപ ഒറ്റയടിക്കായി. 60 രൂപ എന്ന് പറയുമ്പം 3,000 രൂപയായി ഒറ്റയടിക്ക്. മനസ്സിലായി? അതാണ് ആ സ്ട്രൈക്ക് സെലക്ഷൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് അത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഇതിങ്ങനെ വന്നു, ഇവിടെ വന്ന് വീണ്ടും ഇവിടുന്ന് വീണ്ടും നമ്മുടെ ഈ ബേസ് ലൈൻ പൊട്ടിച്ച് നല്ല ഒരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടി. സ്ട്രോങ് ക്യാൻഡിൽ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് പോയി, റിവേഴ്സിൽ നമ്മൾ ഉറപ്പിച്ചു അല്ലേ. റിവേഴ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തു നമ്മൾ ഇവിടം വരെ വന്ന് ഇവിടെ ഇറങ്ങി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടൈംലി മാനറിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ മറക്കരുത്. കാരണം നമുക്ക് ഒരു ട്രേഡ് ഞാൻ എന്നാലും പറഞ്ഞായിരുന്നു, വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആഹാരം കഴിക്കുന്നവരെങ്ങനെ ഒറ്റയടിക്ക് ആഹാരം കഴിക്കുന്നതിനേക്കാൾ ഡോക്ടർമാരായ ന്യൂട്രീഷനിസ്റ്റ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരം പാർട്ടായിട്ട് കഴിക്കാൻ പറയും. പാർട്ടായിട്ട്, അതായത് ഒരു നേരം കഴിക്കുന്ന ആഹാരം 2-3 നേരമാക്കി നിങ്ങൾ കഴിക്കുക. അപ്പോൾ അത് വലിയ ഹാംഫുൾ ആകത്തില്ല ശരീരത്തിനെന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കയറി, ഇപ്പോൾ ഇവിടുന്ന് കറക്റ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ബേസിലായി 13,000 ബ്രേക്ക് എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ട്രേഡിന് ഇറങ്ങി. ഇവിടുന്ന് ട്രേഡ് നിങ്ങൾക്ക് 20 പോയിൻറ്റ് കിട്ടിയാൽ നിങ്ങൾ ഇവിടെ ഇറങ്ങണമെന്നേ, ഇവിടുന്ന് ഇറങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും തിരിച്ച് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടെ കയറുക ഈ ട്രെൻഡിൽ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും, ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രേഡ് വിട്ടു. ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഈ ട്രേഡ് ഹോൾഡ് ചെയ്യാം. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ലൈൻ ബ്രേക്ക് ചെയ്തു, അവിടുന്ന് തിരിച്ചൊരു ഇവിടുന്ന് ഒരു റിവേഴ്സൽ നമുക്ക് കാണിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ എക്സിറ്റ് ആയി. അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് 20 പോയിൻറ്റ്, ആ 20 പോയിൻറ്റ് നമ്മൾ ഇറങ്ങി. വീണ്ടും മാർക്കറ്റ് തിരിച്ച് താഴെ വരുമ്പോൾ നമുക്ക് വീണ്ടും റീ എൻട്രി എടുക്കാമല്ലോ. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ പ്രീമിയം കുറച്ച് കിട്ടും നമുക്ക്. ഈ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുമ്പോൾ പ്രീമിയം കുറയും. അപ്പോൾ വീണ്ടും നമുക്കിവിടെ കുറച്ച് കിട്ടും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് 50 രൂപയ്ക്ക് എടുത്തെങ്കിൽ ഇവിടെ നിങ്ങൾ 70 രൂപയ്ക്ക് ഇറങ്ങി, വീണ്ടും തിരിച്ചുകൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 40 രൂപയ്ക്ക് ഇത് കിട്ടും. മനസ്സിലായി? എന്നിട്ട് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 50-55 കിട്ടും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇറങ്ങുക. അങ്ങനെ വേണം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. അല്ലാതെ നമ്മളിത് സാധനം എടുത്തിട്ട് അവസാനം വരെ മാർക്കറ്റിൽ നിന്ന് അവസാനിക്കുന്ന വരെ ഞാനിത് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾ ഗതി പിടിക്കുകയില്ല. കറക്റ്റായിട്ട് ഞാൻ പറയുക. മനസ്സിലായി? അപ്പം അതിനാ പറഞ്ഞ് ടൈംലി മാനറിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക, റീ എൻട്രി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ 2-3 പേര് ഞാൻ നോട്ടീസ് വെച്ചിട്ടുണ്ട് ആൾക്കാർ കറക്റ്റായിട്ട് 10, 15, 20 പോയിൻറ്റ് വരുമ്പോൾ ഇറങ്ങുക, വീണ്ടും താഴെ വരുമ്പോൾ വീണ്ടും റീ എൻട്രി എടുക്കുക. നഷ്ടമൊന്നും വരാനില്ല, പോയി 10 പോയിൻറ്റ് സ്റ്റോപ്പ് അടിച്ച് അത് പോയി, അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് പ്രോഫിറ്റ് ചെയ്യുന്ന പോകത്തില്ല. ആ സമയത്ത് ഹോൾഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടപടല താഴെ പോകത്തില്ലേ? മനസ്സിലായി പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഫിറ്റ് ട്രെയിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. കഴിവതും നമ്മൾ 20 പോയിൻറ്റ് 25 പോയിൻറ്റ് നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് താഴെ സപ്പോർട്ട് ലെവൽ വരുമ്പോൾ വീണ്ടും കയറുക. ഇതായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് പരീക്ഷിക്കാനേ പറ്റത്തുള്ളൂ. പരീക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് വിജയം കാണുന്നത്, നിങ്ങൾക്ക് ആപ്റ്റാകുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പല മാർഗ്ഗങ്ങളുണ്ട്, എങ്കിലും ഞാൻ കണ്ടതിലേക്ക് ഏറ്റവും വലിയ മാർഗ്ഗം ഇത് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ, ഇന്ന് തന്നെ ഞാൻ ഏകദേശം ഒരു 4 പ്രാവശ്യം ആ സ്ട്രൈക്കിൽ കയറി. ഏതിലാണ്? 13,100. 4 പ്രാവശ്യം ഞാൻ കയറി, ഇറങ്ങി വിറ്റ്. അതേസമയം ഒറ്റ പ്രാവശ്യമായിട്ട് അത് കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമായിരുന്നു. അതേസമയം നമ്മൾ അതെത്ര 75 80 അത്ര ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ്, ഞാൻ എടുത്തതിന് ശേഷം പിന്നെ 20-30 പോയിൻറ്റ് കിട്ടി, ഇറങ്ങി വീണ്ടും താഴെ വന്ന് വീണ്ടും കയറി വീണ്ടും. അപ്പോൾ ആ റേഞ്ചിലേക്ക് അവസാനം 70 നമ്മൾ 70-75 അങ്ങോട്ട് നമ്മൾ എടുത്തത്. അവസാനം 50 റേഞ്ചിലോട്ട് വന്നു. 50 റേഞ്ചിലോട്ട് വന്നപ്പോഴും 50 റേഞ്ചിലെടുത്ത് 70 കൊടുത്ത് ഞാൻ. മനസ്സിലായി? അപ്പോൾ നമ്മളെപ്പോഴും കീനായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും. അത് നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞുള്ള വേറെ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പം പ്രോഫിറ്റ് ചെറുതാണെങ്കിൽ നമ്മൾ ആ ചെറിയ പ്രോഫിറ്റിൽ നമ്മൾ തൃപ്തരാകാൻ ശ്രമിക്കണം. ഓക്കെ,
അങ്ങനെ പല പ്രാവശ്യം നമ്മൾ കയറി 2-3 പ്രാവശ്യം കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 50 പോയിൻ്റൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് അതിനുള്ള വെരി എക്സാമ്പിൾ ഞാൻ നിങ്ങളെ സ്ക്രീൻഷോട്ട് വരെ ഇട്ട് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു. അതുപോലെ തന്നെ നമ്മൾ OI ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് OI ശ്രദ്ധിക്കും. ഞാൻ ആ ഗ്രൂപ്പിൽ ഓൾറെഡി നമ്മുടെ മറ്റേ ചാർട്ട് ലെവൽ യൂട്യൂബിൻ്റെ ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ ഈ ഇട്ടിരുന്നത് നോക്കിയേ. ഞാൻ ഇവിടെ ഒരു 13,112 വന്നപ്പോഴും ഞാൻ ഇത് OIയുടെ ചാർട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസാണ്. ഞാൻ പറഞ്ഞു ഈ സാധനം തിരിച്ച് നേരെ താഴോട്ട് ഇത് ഇത്രയും കുറയണം, ഇത്രയും കുറഞ്ഞിട്ട് ഇവൻ തിരിച്ച് കയറിയാൽ മാത്രം നമുക്കിവിടെ ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു. സ്റ്റിൽ OIC 13,100 കോൾ സൈഡ് ഈസ് സ്ട്രോങ്, വി വിൽ സി വാട്ട് ഹാപ്പൻഡ്. മനസ്സിലായി. അപ്പോൾ ഇത് കുറയും. അപ്പോൾ ഇത് നമ്മൾ നോക്കണം, ഈ മൂവ്മെൻറ്റ് നോക്കണം. ഇവിടെ കോൾ റേറ്റിംഗ് കുറയുന്നുണ്ടോ, ഷോർട്ട് കവറിങ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അങ്ങനെ ഈ അൺവൈൻഡിങ് ഈ ലോങ് കൂടുന്നുണ്ടോ, ഈ ഷോർട്ട് കുറയുന്നുണ്ടോ നമ്മൾ കൃത്യമായിട്ട് OICയിൽ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ കിട്ടും. നോക്കിക്കേ, അതിന് ശേഷം ഞാൻ വീണ്ടും ഇട്ട് നമുക്ക് നോക്കിക്കേ, കണ്ടോ ഇവിടെ പുട്ട് സൈഡ് കൂടി കോൾ സൈഡ് കുറഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇവിടെ ഒരു ഷോർട്ട് കവറിങ് വരും എന്നുള്ള കാര്യം. കേട്ടോ 13,100 ഇത് 13,100 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഉണ്ടോ 13,100 ഇവിടെ ഷോർട്ട് കവറിങ് വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം കോൾ റേറ്റിംഗ് കുറഞ്ഞു, ഷോർട്ട് കവർ ചെയ്തു. ഇവിടെ പുട്ട് റൈറ്റേഴ്സ് കൂടി. അപ്പോൾ എന്ത് ചെയ്തു, 13 നമ്മൾ മുമ്പേ കണ്ടത് 13,100 ആയിരുന്നു. പക്ഷേ ഇവിടെ 13,100 റേഞ്ചിൽ തന്നെ ആയിരുന്നു. പക്ഷേ 13,100 വീണ്ടും താഴെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് അവിടെ പുട്ട് റേറ്റിംഗ് കൂടി. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് കവറിങ് അവസാന നിമിഷം വന്ന് മാർക്കറ്റ് ഫ്ലൈ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കണം. പഠിക്കാതെ വേറെ യാതൊരു കുറുക്ക് വഴി മാർക്കറ്റിലില്ല. അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. OIയുടെ ഞാൻ പിന്നെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണേണ്ടവർ ഇത് കാണുക. ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ കാണുക. ഇത് കണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ചാർട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാർക്കറ്റ് തിരിച്ച് കയറും അല്ലെ തിരിച്ചൊരു അപ്പ് മൂവ്മെൻറ്റ് വരും അല്ലെ പൊട്ടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പറയുന്ന വളരെ ക്ഷമയോടുകൂടെ 1-2 പ്രാവശ്യം തന്നെ ഈ വീഡിയോ കേട്ടിട്ട് എന്നിട്ട് നിങ്ങളുടെ ഇത്ര നാളത്തെ ട്രേഡിംഗ് സ്റ്റൈലുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, എന്ത് പറ്റി, ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ സ്റ്റാൻഡ് എവിടെയാണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഓക്കെ, വിലയിരുത്തിയിട്ട് പുതിയ തേച്ചുമിനുക്കിയ ആയുധങ്ങളുമായിട്ട് വീണ്ടും തിങ്കളാഴ്ച നമുക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കാണാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇത് കേട്ടതിന് ശേഷം ഞാനത് അവസാനം അത് പറയുന്നത്, നിങ്ങൾ ഇത്രയും ക്ഷമയോടെ നിങ്ങളിത് കേട്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കിത് കേട്ടത് കൊണ്ട് എന്തെങ്കിലും എനിക്കൊരു മാറ്റം വരുത്താൻ, എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ എനിക്ക് മാറ്റം വരുത്താൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരെ കൂടി എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എനിക്ക് കിട്ടാത്തതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, എനിക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു, ഞാൻ സ്വയം പഠിച്ചത്. അത് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതി ഞാനിത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. കാരണം ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ വീഡിയോ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുവരെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ്റെ വീഡിയോ ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പം ക്യാൻഡിൽ 6 ഫോർമേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. ഇതിൻ്റെ അവസാനം ഞാൻ കൊടുത്തേക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.